رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എല്ലാം അറിയുന്ന സാരസമ്പൂർണനെ, എല്ലാരിലും നന്മ ചൊരിയുന്ന കോനെ, എല്ലാം അറിയുന്ന സാരസമ്പൂർണനെ, എല്ലാരിലും നന്മ ചൊരിയുന്ന കോനെ, ഖല്ലാഖുടയോനെ, ഖദീമായോനെ, ഖൈറെന്നുമെന്നും ചൊരിയോ പുരാനെ, ഖല്ലാഖുടയോനെ, ഖദീമായോനെ, ഖൈറെന്നുമെന്നും ചൊരിയോ പുരാനെ, എല്ലാം അറിയുന്ന സാരസമ്പൂർണനെ, എല്ലാരിലും നന്മ ചൊരിയുന്ന കോനെ. അക്രമത്തിലും അനീതിയിലും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം, അന്ധവിശ്വാസത്തിലും അന്ധകാരത്തിലും അന്ധതയുടെ ആണ്ടുകുഴിയിൽ അമർന്ന് ജീവിച്ചിരുന്ന ഒരു കാലം, സ്വന്തം തനിക്ക് ജനിച്ചത് പെൺകുട്ടിയായാൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലം, മനുഷ്യ സമൂഹമാകമാനം ജീവിക്കാൻ വേണ്ടി പോലും വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലം. ആ കാലത്തിലാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ദീപശിഖയുമായി വരാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഖുറൈശി തറവാട്ടിൻ അബ്ദുൽ മുത്തലിബിൻ പുത്രനാം അബ്ദുല്ലാഹ് വളർന്നു ഓമനമായ മദീനപുരി എന്ന് കാഴിക്കുന്നു. മംഗകൾ കണ്ടാൽ കൊതിക്കുന്ന സുന്ദരിയാണല്ലോ ആമീന. മക്കയിൽ മാരനെയൊത്തി ദാമ്പത്യ ബന്ധത്തിൽ പെട്ട് വസിക്കുന്നു. പരിശുദ്ധ മക്ക നഗരത്തിൽ ഖുറൈശി തറവാട്ടിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇളയ പുത്രൻ അബ്ദുള്ള മദീനയിലെ വഹബിന്റെ മകൾ സുന്ദരിയും സുശീലയുമായ ആമിന ബീവി വിവാഹം ചെയ്തു ജീവിതം നയിച്ചു വരവേ ഒരു നാൾ ജ്യേഷ്ഠനായ ഹാരിസും ഒരുമിച്ച് കച്ചവടത്തിന് വേണ്ടി സിരയിലേക്ക് പോയി. ഭർത്താവിന്റെ ഈ യാത്ര ഗർഭിണിയായ ആമിന ബീവിയെ നിത്യദുഃഖിതയാക്കി. പ്രാണപ്രിയന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ആമിന കാത്തിരുന്നു. കാത്തിരുന്നു. നാരി കുഴഞ്ഞല്ലോ, കരള് തുടിക്കുന്ന വേദനയിൽ പിടഞ്ഞല്ലോ, കണവനെ കാണാൻ കണ്ണ് കൊതിച്ചല്ലോ, അന്ന് തുണയില്ലാതാമിനാബി തളർന്നല്ലോ. മണ്ണും ആകാശവുമായി ഉമവെച്ച് കിടക്കുന്ന സഹാരാ മരുഭൂമിയുടെ അങ്ങേ തലക്ക് നേത്രങ്ങൾ വായിച്ചുകൊണ്ട് ആമിന നിൽക്കും. ഒരു ദിവസം രാത്രി അശ്വമുകളിലേറി ഹാരിസ് ഓടി വന്നു വേഗം. ആമിനയിൽ കാര്യമെല്ലാം ഓതിടുന്നു. എൻ പ്രിയാന സോദരനിന്ന് മൺമറഞ്ഞു പൊന്ന്, എന്നും ദുഃഖമേറ്റിനമ്മേ വേർപിരിഞ്ഞു. കുഞ്ഞേ ആമിന, നിന്റെ ഭർത്താവും എന്റെ സഹോദരനുമായ അബ്ദുള്ള ഇനി ഒരിക്കലും ഈ കുടുംബത്തിൽ തിരിച്ചു വരികയില്ല. ആ ജീവിതം എന്നേക്കുമായി നമ്മെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വിവരം ശ്രവിച്ചയുടൻ ആമിന മാറത്തടിച്ച് നിലത്ത് വീണു. തണ്ടറ്റുപാടി കൊഴിഞ്ഞു വീണരു തൂമരലിൻ കണം പോലവേ പൊൻ കൈത പൂമയാണാം ആമിനാബി പൊട്ടിക്കരഞ്ഞു പറയുന്നു. എൻ പ്രാണനാഥൻ എന്നിൽ നിന്നകന്നു, എൻ മനക്കോട്ടകൾ ആകെ തകർന്നു, എന്നെന്നും കണ്ണീരിൻ കടലിൽ ഞാൻ താണു. എന്തിനായി ജീവിതം ഇനി ഞാൻ തുടരുന്നു? പ്രാണനില്ലാതുള്ള ജീവിതം റബ്ബുൽ ആലമീനെ എനിക്കേകല്ലേ. പാരം വിഷാദത്തിൽ മുങ്ങും എന്നെയും വേഗം വിളിക്കൂ റഹീമാനേ. ആമിന പൊട്ടിക്കരയുകയാണ്. എനിക്കെൻ്റെ ഭർത്താവുമായി ഒരു വർഷം പോലും ജീവിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ ചോര പൈതലിൻ്റെ പിഞ്ചുമുഖം പോലും കാണുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നു? ഭർത്താവിൻ്റെ വേർപാടോർത്ത് ആമിന ബീവി വിങ്ങിപ്പൊട്ടുന്ന സന്ദർഭങ്ങളിൽ ഭർത്തൃ പിതാവായ അബ്ദുൽ മുത്തലിബ് മരുമകളെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു.
കരയല്ലേ കരയല്ലേ കണ്ണുനീർ ചോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് പാലം കുഞ്ഞേ എൻ്റെ, കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണം മോളെ നിന്നെ പോലെ. കരയല്ലേ കരയല്ലേ കണ്ണുനീർ ചോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് പാലം കുഞ്ഞേ എൻ്റെ, കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണം മോളെ നിന്നെ പോലെ. മാറത്താടിച്ച് ദുഃഖമേറ്റിടല്ലേ മകളെ, മാരൻ്റെ വേർപാടോർത്ത് കാരയല്ലേ പോരുളെ, മരണത്തെ ഭയന്നോടി പോവാനിടം എവിടെ, മാനവർ മരിക്കുമെന്നറിയില്ലേ ഇവിടെ, എങ്ങനെ എപ്പോൾ എവിടെന്നാണെന്നും ആർക്കറിയാം, എല്ലാം ഒരു നാൾ മണ്ണിലടിയുന്നു. ആമീനാബീനിങ്കിരിയ പാഴിച്ചിടല്ലേ, കരയല്ലേ കരയല്ലേ കണ്ണുനീർ ചോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് ഫലം കുഞ്ഞേ എൻ്റെ, കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണം മോളെ നിന്നെ പോലെ. മാസം പലത് കഴിഞ്ഞു. ആമിന ബീവിയിൽ രൂപം കൊണ്ടിരിക്കുന്ന ആ ശിശു ഭൂലോകം കാണുവാൻ പോകുന്നു. ഒരു ദിവസം രാത്രി പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നൊരു രാത്രി, പരിശുദ്ധ നബിയുടെ ജനന രാത്രി. പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നൊരു രാത്രി, പരിശുദ്ധ നബിയുടെ ജനന രാത്രി. മക്ക നിവാസികൾ ഗാഠമായ നിദ്രയിൽ അഴിച്ചു കഴിഞ്ഞു. റബീഉൽ അവ്വൽ മാസം 11 ഞായറാഴ്ച രാത്രി പകുതി കഴിഞ്ഞു. മുന്തിരിക്കാടുകളും ഈന്തപ്പനത്തോട്ടങ്ങളുമെല്ലാം ആ വെണ്മയുള്ള രാത്രിയിൽ ഇളം തന്നലിൽ വലഞ്ഞാടുകയാണ്. പാതിരാ പക്ഷികൾ മധുരഗാനങ്ങൾ ആലപിച്ചു. സർവലോക പരിപാലകനായ റബ്ബുൽ ഇസ്സത്തിന്റെ വേണ്ടുകയാൽ അന്ന് ലോകത്ത് പല അത്ഭുത കൃത്യങ്ങളും ഉണ്ടായി. മദ്യക്കുപ്പികളൊക്കെയും അന്ന് മണ്ണിലുടഞ്ഞ് തകർന്നല്ലോ, മദ്യപ്രിയർ അറബികളകിലും ഞെട്ടിവിറച്ചുണരുന്നല്ലോ, മണ്ണിലും എണ്ണിലും ഉത്തറസൂലിൻ സ്തുതിഗീതം ഉയരുന്നല്ലോ, മന്നവൻ കൽപ്പന പോലെ മലക്കുകൾ മാലി നിറന്നു കഴിഞ്ഞല്ലോ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 ഖിർഫാ നബിയുടെ അന്ത്യറസൂൽ പിറന്നല്ലോ. പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ലോകത്ത് അത്ഭുതവും ഐശ്വര്യവും സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്തു വർഷം 571 ഏപ്രിൽ മാസം 21-ാം തീയതി അബ്ദുൽ മുത്തലിബിന്റെ വസതിയിൽ ആമിന ബീവിയുടെ വയറ്റിൽ നിന്നും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക നഗരത്തിൽ അവതരിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. ಮನ ಸೆಳೆಯುವ ಮೂಲಕ ಕಥಾಪ್ರಸಂಗವನ್ನು ವೇದಿಕೆಯಲ್ಲಿ ನೆರವೇರಿಸಿದ CK ಸೂಫಿ ಉಸ್ತಾದರವರನ್ನು ಅಭಿನಂದಿಸಿದ ಕಾರ್ಯಕ್ರಮದ ಮುಂದಕ್ಕೆ ಧಾರ್ಮಿಕ ಪ್ರವಚನಕ್ಕಾಗಿ ಸದ್ರಿ ಜುಮ್ಮಾ ಮಸೀದಿಯ ಖತೀಬ್ ಉಸ್ತಾದರವನ್ನು ಅತ್ಯಂತ ಗೌರವಪೂರ್ವಕವಾಗಿ ನಾನು ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸ್ತೇನೆ.